എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഓൾ കേരള ട്രിപ്പിൻ്റെ എൻ്റെ എക്സ്ട്രീം 125R എടുത്തുകൊണ്ട് ഓൾ കേരള ട്രിപ്പിൻ്റെ ഒരു വീഡിയോയുടെ കാര്യം പറയാനാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ കേരളയിൽ 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ 14 ഡിസ്ട്രിക്ട്സിലും ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് അതിൻ്റെ ഫണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു ഫണ്ടായതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് ഫുള്ളും ഏകദേശം ഒരു 600 കിലോമീറ്ററോളം 600 കൂടുതൽ കിലോമീറ്ററോളം കാണും നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് വിസിറ്റ് ചെയ്യും. ബട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് നിൽക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊല്ലം, ആലപ്പുഴ അങ്ങനെ എല്ലാ ഈ 14 സ്റ്റേറ്റ്സും നമ്മൾ വിസിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും 14 ഡിസ്ട്രിക്റ്റ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾ കേരള ട്രിപ്പിൻ്റെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആവും. അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം വിചാരിച്ചിരുന്ന എല്ലാ ഡിസ്ട്രിക്റ്റും പൂർണ്ണമായിട്ടും വിസിറ്റ് ചെയ്ത് എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യാനാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് അതിൻ്റെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 14 ഡിസ്ട്രിക്ട്സും ഒരു വീഡിയോയിൽ തന്നെ വിസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അറൗണ്ട് 700 കിലോമീറ്റേഴ്സോളം കാണും ഇവിടുന്ന് ഒരു ട്രിപ്പ് തന്നെ. തിരിച്ച് വരുമ്പോഴത്തേക്കും 1200-1400 കിലോമീറ്ററോളം ആവും. അതിൻ്റെ എക്സ്പെൻസസും അതും ഇതൊക്കെ ഞാൻ എൻ്റെ ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോയിൽ ഇടുമ്പോഴത്തേക്കും ഞാൻ അവസാനം പറയുന്നതാണ്. ബട്ട് ഇപ്പോൾ എത്ര ആവുമെന്ന് അറിയത്തില്ല. അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്, സോളോ ലോങ് ട്രിപ്പാണ്. എനിക്ക് അധികം റിസ്ക്സ് ഒന്നും എടുക്കാൻ വയ്യ. ആദ്യം ചിലപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 14 ഡിസ്ട്രിക്ട്സും വിസിറ്റ് ചെയ്യും. പിന്നെ തിരിച്ചു വരുന്ന കാര്യമാണ് കുറച്ച് പാട്. കാരണം മിക്കവാറും കാസർഗോഡ് ഒരു റൂം ബുക്ക് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണെന്നുള്ള പ്ലാനൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാസർഗോഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. കാരണം എനിക്ക് സ്റ്റേ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ഡൗട്ടുണ്ട്. എങ്ങനെയാണ്, എവിടെയാണ്, എത്ര ചിലവാകുമെന്നൊക്കെ ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ട്രിപ്പ് ഈ പ്ലാൻ ചെയ്തേക്കുന്ന എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതായതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാവുന്നതാണ്. ഇതൊരു ചാലഞ്ചായിട്ട് ഞാൻ എടുക്കാനും തീരുമാനിച്ചു. കാരണം പക്ഷേ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഇനി മഴക്കാലം കൂടെ തുടങ്ങാറായി. ഇത്രയും ദിവസമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല. ബട്ട് അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പം ട്രിപ്പിന് പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പം മഴയുടെ സാധ്യത ആണ്. അതുകൊണ്ട് റെയിൻകോട്ട് ഉൾപ്പെടെ എടുത്തു വയ്ക്കാനാണ് പ്ലാൻ. എൻ്റെ ഇടയിൽ എന്തെങ്കിലും ട്രാവലിംഗ് ബാഗ്സോ ഇതൊക്കെ ഒപ്പിക്കണമെന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. ചിലപ്പോൾ ഈ വീഡിയോ വരാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അത് എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ ഇടുന്നതാണ്. ഇപ്പം പ്ലാനിങ്ങിൻ്റെ ഇടയിലാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിനടുത്തുള്ള ഡിസ്ട്രിക്റ്റുള്ള ആളാണെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു ചെറിയൊരു ഹെൽപ്പിൻ്റെ ആവശ്യം വരും. ഒരു സ്റ്റേയുടെ കാര്യത്തിന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്ത് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ബിക്കോസ് എന്തായാലും ഒരു ദിവസത്തേക്ക് ഫുൾ എടുത്ത് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ നല്ല ടയേർഡാവും. എന്തായാലും തിരിച്ചു വരുന്ന ആ ഒരു ദിവസം തന്നെ എനിക്ക് പറ്റത്തില്ല. നമ്മൾ ഫുൾ ഈ ഡിസ്ട്രിക്ട്സ് വിസിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയമെടുത്ത് പയ്യെ എക്സ്പ്ലോർ ചെയ്താണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് നേരെ 14 ഡിസ്ട്രിക്റ്റും വിസിറ്റ് ചെയ്ത് കാസർഗോഡ് എത്തുന്നതും എനിക്ക് അവിടെ ഒരു റൂം എടുത്തിട്ട് ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം മാത്രമേ ഞാൻ ഇവിടുന്ന് റിട്ടേൺ ഇട്ടിരിക്കുന്നുള്ളൂ. കാരണം എന്തായാലും എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം റിസ്ക് എടുക്കുന്ന അത്ര നല്ലതുമല്ല. ടയർഡായിട്ട് വണ്ടി ഓടിക്കുന്നത് റിസ്കി ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും ഞാൻ അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ ഫുൾ ട്രാവൽ ചെയ്ത് 14 ഡിസ്ട്രിക്റ്റും വിസിറ്റ് ചെയ്ത് കാസർഗോഡ് ഒരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം റിട്ടേൺ അടിക്കും. അന്ന് തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിട്ടേണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നതും കൂടെയാണ്. അത് ഞാൻ വേണമെങ്കിൽ അതും കൂടെ ഇട്ടേക്കാം, പാർട്ട് 2 ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾ ആരെങ്കിലും കാസർഗോഡ് അതിനടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ചാനലിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
വേറെ പറയാനൊന്നുമില്ല. ഞാൻ അത് ഈ ചാലഞ്ച് ഇത്രയും ദിവസമായിട്ട് തുടങ്ങിയിട്ടില്ല. കുറച്ച് പ്രിപ്പറേഷൻസിലാണ്. എനിക്ക് കൊണ്ടുപോകേണ്ട ആഹാരവും എന്തെങ്കിലും പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റ്സും എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു മെഡിക്കലിൽ നിന്ന് ഞാൻ വാങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗത്താണ്. എന്തായാലും നല്ലൊരു ലോങ് റൈഡ്, എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡ് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാവുന്ന താല്പര്യമില്ല. എല്ലാം നല്ല പ്രിപ്പറേഷനിലാണ് പോകാൻ നോക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാം, ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.